അത് അവരിതാ എന്റെ കൈകളിൽ ഇരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് കാണിച്ചപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചിന്തിക്കുന്നു, ഈ ഫക്കീറുടെ ഹൃദയം വല്ലാതെ വിശാലമാണ്. തന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാതെ നിർഭയം വന്ന് അവരിന്റെ കൈകളിൽ ഇരിക്കുന്ന ഈ ഫക്കീറുടെ ഹൃദയം വല്ലാതെ വിശാലമാണെന്ന് കരുതി ഇത് തന്നെ അവസരം അവിടുന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിലേക്ക് പ്രസ്താവിച്ച് മടങ്ങുന്ന അടിമയോട് അല്ലാഹുവിന് ഇതിനേക്കാളും ഇരട്ടി സ്നേഹമാണെന്ന് പറഞ്ഞു. ശേഷം കാരുണ്യത്തിന്റെ ദൂതൻ പറഞ്ഞു, അവരെ അതിന് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ട് ഉപേക്ഷിക്കുക. നോക്കൂ, മറ്റൊരു സംഭവം. മദീന പള്ളിയിൽ മുസ്ലിമാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പാമരനായ ഒരു അറബി ഒരു നിബന്ധന മുന്നോട്ട് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നു. എന്താണെന്നറിയുമോ? ഞാൻ ആരാധനകൾക്ക് ചെയ്യും, ഇസ്ലാം സ്വീകരിക്കും, പക്ഷേ വിചാരം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല നബിയെ, അത് എനിക്ക് വക വെച്ചു തരണം നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു നിബന്ധന മുന്നോട്ട് വെച്ചപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സഹാബാ, നീ വ്യഭിചരിക്കുന്ന സ്ത്രീ ഒരു ഭർത്താവിന്റെ ഭാര്യയോ ഒരു മകന്റെ ഉമ്മയോ ഒരു പിതാവിന്റെ മകളോ ആയിരിക്കില്ലേ? അതുകൊണ്ട് അർത്ഥവത്തായ വചനത്തിലൂടെ ആ അറബിയുടെ ഹൃദയം സമരം ചെയ്യപ്പെട്ടു. ഉടൻ തന്നെ ആ പാമരനായ അറബി പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ വ്യഭിചരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് ആ പാമരനായ അറബി ഇസ്ലാം സ്വീകരിക്കുകയാണ്. നോക്കൂ, ഇതുപോലെ വേറൊരു സംഭവം. മദീന പള്ളിയിൽ യാചകനായി എത്തിയ ഒരു സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ വല്ലതും ഇരിപ്പുണ്ടോ? ഉടൻ തന്നെ സഹാബി പറയുന്നു, നബിയെ, എന്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ഒരു പരിക്കൻ കോപ്പയുമുണ്ട്, പിന്നെ ഇരിക്കും ഞങ്ങൾക്കും എല്ലാം കൊടുക്കാനും വിരിക്കാനും ഉപയോഗിക്കാനും ഒരു വിരിപ്പുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വിരിപ്പിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സഹാബി അതാ വിരിപ്പ് കൊണ്ട് നബിയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാർക്ക് വേണമെന്ന്. അന്നേരം മറ്റൊരാൾ പറയുന്നു, ഒരു ദിർഹമിന് എനിക്കിരുന്നോട്ടെ നബിയെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ദിർഹമിനേക്കാൾ കൂടുതൽ ദിർഹമിന് ഇതാർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറയുന്നു, നബിയേ, 2 ദിർഹമിന് എനിക്കിരുന്നോട്ടെ നബിയെ എന്ന്. അങ്ങനെ വിറ്റ് കിട്ടിയ 2 ദിർഹം സഹാബിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ദിർഹമിന് ഭക്ഷണം വാങ്ങുക, മറ്റേ ദിർഹമിന് ഒരു മഴുവും വാങ്ങിക്കൊണ്ടുവരിക. അങ്ങനെ സഹാബി അതാ മഴു വാങ്ങിക്കൊണ്ട് പുന്നാരപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശരഫാകപ്പെട്ട കയ്യിൽ അതിലൊരു പിടി ഉറപ്പിച്ചു കൊടുത്തുകൊണ്ട് സഹാബിയോട് പറഞ്ഞു, ഇതുകൊണ്ട് നിനക്ക് സ്വീകരിച്ച് നീ നയിക്കുക, ഇനി 15 ദിവസത്തേക്ക് നിന്നെ ഇതുവരെ കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹാബിയത 15 ദിവസേനയും വിറക് സ്വീകരിച്ചുകൊണ്ട് 10 ദിർഹം സമ്പാദ്യം, അതിലൽപ്പ ഭക്ഷണം, കുറച്ച് വസ്ത്രങ്ങളും വാങ്ങി പ്രസന്നവദനായി നബിയുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നിന്റെ യാചന, നിന്റെ മുഖത്ത് കറുത്ത അന്ത്യനാളിൽ നിന്റെ യാചന, നിന്റെ മുഖത്ത് കറുത്ത പാടുകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ സമ്പാദ്യം. അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ് നാം ആ നബിയുടെ കുറിച്ച് കേട്ടിരിക്കുന്നത്. പുന്നാര നബിയുടെ റൗളാത്തിലേക്ക് നമുക്ക് സന്ദർശിക്കേണ്ടയോ? പുന്നാര നബിയെ നാം കാണുന്നതെന്നാണ്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാണ്, പൂമാണം വീശുന്ന റൗളാസുവനത്തിൽ പോകുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പുന്നാര നബിയെ നാം കാണുന്നതെന്നാണ്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാണ്, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. ആ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സന്ദർശിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞ ഈ കൊച്ചു പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.